ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഇൻ C++ എന്ന ഏരിയയാണ്. വാട്ട് ഈസ് മീൻ ബൈ ഇൻഹെറിറ്റൻസ്? Inheritance is a process by which new classes called derived class are created from existing class called base class. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിനെ നമ്മൾ ന്യൂ ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നും അത് ഏതിൽ നിന്നാണോ എക്സിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ആ ക്ലാസ്സിനെ നമ്മൾ ബേസ് ക്ലാസ് എന്നാണ് പറയുക. അപ്പോൾ ക്ലാസ് എയിൽ നിന്നാണ് ക്ലാസ് ബി ഉണ്ടായെങ്കിൽ ക്ലാസ് ബിയെ നമ്മൾ സബ് ക്ലാസ് എന്നും ക്ലാസ് എയെ നമ്മൾ ബേസ് ക്ലാസ് എന്നും പറയും. ഓക്കെ, ദ ഡിറൈവ്ഡ് ക്ലാസ് ഹാവ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ബേസ് ക്ലാസ് ആൻഡ് ദ പ്രോഗ്രാം ക്യാൻ ചൂസ് ആൻഡ് ആഡ് ന്യൂ ഫീച്ചേഴ്സ് സ്പെസിഫിക് ടു ന്യൂലി ക്രിയേറ്റഡ് ഡിറൈവ്ഡ് ക്ലാസ്. നമുക്ക് ബേസ് ക്ലാസ്സിലുള്ളത്, അതായത് നമ്മൾ ഏതാണോ നമ്മൾ ക്ലാസ് മെയിൻ ക്ലാസ്, ആ ക്ലാസ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടികളെയും നമുക്ക് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന സബ് ക്ലാസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇനി സബ് ക്ലാസ്സിന് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ന്യൂ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, അതിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചൂസ് ചെയ്യാനും പറ്റും, പ്രോഗ്രാം എഴുതാൻ വേണ്ടി പറ്റും. ദ ഐഡിയ ഓഫ് ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന ഐഡിയയിൽ നിന്നാണ് ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മാമൽ ഈസ് എ ആനിമൽ, ഡോഗ് ഈസ് എ മാമൽ, എക്സെട്ര തുടങ്ങിയ എക്സാമ്പിൾസ് കൊടുത്തു എന്നുള്ള അവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു ബേസ് ക്ലാസ്, അതായത് നമ്മൾ നിലവിലുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ സബ് ക്ലാസ് രൂപം കൊള്ളുന്നത്, അതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. Inheritance is a process by which new class called a derived class and created from existing class called base class. അടുത്തത് features or advantages of inheritance. Reusability of code, save time and effort, faster development, easier maintenance and easy to extend. Capable of expressing the inheritance relationship and its transitive nature ensure closing with a real world problem. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീയൂസബിലിറ്റി ഓഫ് കോഡാണ്. കോഡിന് നമുക്ക് സബ് ക്ലാസ്സുകളിലേക്ക് റീയൂസ് ചെയ്യാമെന്നുള്ളതാണ്. രണ്ട്, സേവ് ടൈം ആൻഡ് എഫേർട്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ എന്താണ്, എഴുതിയ കോഡ് പിന്നെ എഴുതേണ്ട കാര്യമില്ല, നമുക്കത് റീയൂസബിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടൈം ആൻഡ് എഫേർട്ട് ലാഭമാണ്. പിന്നെ ഫാസ്റ്റർ ഡെവലപ്മെൻറ്റ്, ഈസിയർ ടു മെയിൻ്റനൻസ് ആൻഡ് ഈസി ടു എക്സ്റ്റെൻഡ്. നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നത്. Capable of expressing inheritance relationship and its transitive nature to ensure closing with real world problem. റിയൽ വേൾഡ് എൻവയോൺമെൻറ്റായിട്ട് വളരെ റിലേറ്റഡ് ആണ് ഈ ഒരു ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ്. ഇത് സിൻറ്റാക്സ് ആണ്. ടു ക്രിയേറ്റ് എ ഡിറൈവ്ഡ് ക്ലാസ് ഫ്രം ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബേസ് ക്ലാസ് സിൻറ്റാക്സിസ്. അപ്പോൾ നിലവിലൊരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് രൂപം കൊള്ളുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്, ആക്സസ് സ്പെസിഫയർ, ബേസ് ക്ലാസ്. അപ്പോൾ ആദ്യം ക്ലാസ്, ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ് നമ്മൾ എ എന്ന് പറയുന്ന ക്ലാസ്സാണ് നമുക്കുള്ളത് എങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് ആ എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് രൂപം കൊള്ളുന്ന ക്ലാസ്സാണ്. അതിനെ നമ്മൾ എന്ത് പറയാം, ബി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ഇവിടെ ബി ആണ്. അപ്പോൾ ക്ലാസ് ബി ആക്സസ് സ്പെസിഫയർ മീൻസ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ആക്സസ് സ്പെസിഫയർ വൺ ഓഫ് പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ഓർ പ്രൈവറ്റ്. ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് പബ്ലിക് ആവാം, പ്രൊട്ടക്റ്റഡ് ആവാം, പ്രൈവറ്റ് ആവാം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ക്ലാസ് ബി പബ്ലിക് ബേസ് ക്ലാസ് എന്ന രീതിയിൽ വരുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതൊരു സിമ്പിൾ സിൻറ്റാക്സ് കൊടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് ഒരു ഇൻഹെറിറ്റൻസ് ഉള്ള ക്ലാസ് രൂപം കൊള്ളുന്നത്. ഓക്കെ, ഇനി അടുത്ത് അതിൻ്റെ സിൻറ്റാക്സ് കണ്ടിന്യൂഷനാണ് പറയുന്നത്. അവിടെ ഫോർ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസ് ആനിമൽ എന്നത് നമ്മളെ ബേസ് ക്ലാസ്സാണ്. അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ക്ലാസ്സാണ് ക്ലാസ് ആംഫീബിയൻ. ആംഫീബിയൻ എന്ന ക്ലാസ് ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ്, ആനിമൽ എന്ന ക്ലാസ് നിന്നാണ്. അപ്പോൾ പബ്ലിക് ആനിമൽസ്, അതിൽ ആനിമൽസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സാണ്, നമ്മളെ മേലെ കൊടുത്തിട്ടുണ്ട് ക്ലാസ് ആനിമൽ ബേസ് ക്ലാസ്. പബ്ലിക് എന്നത് ആക്സസ് സ്പെസിഫയർ ആണ്. ആംഫീബിയൻ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സാണ്. അപ്പോൾ അതാണ് സിൻറ്റാക്സ് അനുസരിച്ച് പറയുന്നത്. ക്ലാസ് ആംഫീബിയൻ എന്നത് ഡിറൈവ്ഡ് ക്ലാസ്സാണ്, കോളൻ
പബ്ലിക് എന്നത് ആക്സസ് സ്പെസിഫയർ ആണ്. ദെൻ ആനിമൽ എന്നത് നമ്മൾ ബേസ് ക്ലാസ് ആണ്. അപ്പോൾ ആനിമൽ എന്ന ക്ലാസ്സിന് രൂപം കൊണ്ട ക്ലാസ്സാണ് ആംഫീബിയൻ എന്ന ക്ലാസ്സിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ആക്സസ് കൺട്രോൾ ആൻഡ് ഇൻഹെറിറ്റൻസ് ആണ്. A derived class can access all the protected and public members of its base class. It cannot access private members of the base class. അപ്പോൾ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ് സ്പെസിഫയറിൽ 3 എണ്ണം ഉള്ളത്. ഒന്ന് പ്രൈവറ്റ്, മറ്റൊന്ന് പബ്ലിക്, മൂന്നാമത്തത് പ്രൊട്ടക്റ്റഡ് എന്നാണ്. അപ്പോൾ ഇതിൽ derived class can access all the protected and public members of its base class. അപ്പോൾ ബേസ് ക്ലാസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ആനിമൽ എന്ന ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ആംഫീബിയൻ എന്ന ക്ലാസ്സിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നപ്പോഴാണ് അതൊന്നെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അത് നമ്മൾ ആക്സസ് സ്പെസിഫയർ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പബ്ലിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ക്യാൻ ആക്സസ് ഓൾ ദ പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ഇറ്റ് ബേസ് ക്ലാസ്. ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക്കും പ്രൊട്ടക്റ്റ് മെമ്പേഴ്സിന് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാം. ഇറ്റ് കാനോട്ട് ആക്സസ് പ്രൈവറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ബേസ് ക്ലാസ്. ബേസ് ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാൻ ബി ഇൻഹെറിറ്റഡ് ചൈൽഡ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നത് പബ്ലിക്കും പറ്റും, പ്രൊട്ടക്റ്റഡും. പക്ഷേ പ്രൈവറ്റ് കനോട്ട് ബി ഇൻഹെറിറ്റഡ് ടു എനി സബ് ക്ലാസ്സസ്. ഒരു സബ് ക്ലാസ്സിലും നമുക്ക് പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. ബേസ് ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സിനെ സബ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത വിസിബിലിറ്റി മോഡ് ആൻഡ് ഇൻഹെറിറ്റൻസ് ആണ്. വിസിബിലിറ്റി മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംഭവമാണ് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. പ്രൈവറ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ട് ഇൻഹെറിറ്റഡ്, ബിക്കം പ്രൈവറ്റ് ഓഫ് ചൈൽഡ് ക്ലാസ്. അപ്പം പ്രൈവറ്റ് ആയിട്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ, അതായത് ക്ലാസ് ആനിമൽ, പ്രൈവറ്റ്, ദെൻ ക്ലാസ് ആംഫീബിയൻ, പ്രൈവറ്റ്, ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ് കൊടുത്തു, പിന്നെ ക്ലാസ് നമ്മളേത് കൊടുത്തു, മെയിൻ ക്ലാസ്സിന് പേര് ക്ലാസ് ആനിമൽ. ആനിമൽ എന്ന ക്ലാസ്സിലുള്ള ആനിമൽ എന്ന ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൈവറ്റ് മെമ്പേഴ്സിനെ, അതായത് ആനിമൽ എന്ന ക്ലാസ്സിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതിനെ ബിക്കം പ്രൈവറ്റ് ഓഫ് ചൈൽഡ് ക്ലാസ്. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് അവിടെ പ്രൈവറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. പബ്ലിക് മെമ്പർ ബിക്കം പ്രൈവറ്റ് ഓഫ് എ ചൈൽഡ് ക്ലാസ്. ചൈൽഡ് ക്ലാസ്സിൽ പ്രൈവറ്റ് മെമ്പറായിട്ട് ആര് മാറും? പബ്ലിക് മാറും. അതുപോലെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സും, 2 മെമ്പേഴ്സും എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് സബ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും? പ്രൈവറ്റ് ക്ലാസ്സായി മാറും. പക്ഷെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനും കഴിയില്ല? ഇൻഹെറിറ്റ് ചെയ്യാനും കഴിയില്ല. ഇനി പ്രൊട്ടക്റ്റഡ് വഴിയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ, അതായത് ക്ലാസ് ആംഫീബിയൻ പ്രൊട്ടക്റ്റഡ് എന്നിട്ട് ആനിമൽ എന്ന ക്ലാസ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ബിക്കം പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് എ ചൈൽഡ് ക്ലാസ്. അതെന്തായി മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് ആവും, പബ്ലിക് മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡായി മാറുകയാണ് ചെയ്യുക. പക്ഷേ പ്രൈവറ്റ് മെമ്പേഴ്സിനെ അവിടെയും ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഇനി പബ്ലിക് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് ആംഫീബിയൻ എന്ന് പറയുന്ന ന്യൂ ക്ലാസ് പബ്ലിക് എന്ന സ്പെസിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലാസ് ആനിമലിലുള്ള ഡാറ്റാസിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ഡാറ്റാസ് നോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രൈവറ്റ് ഡാറ്റാസിനെ പബ്ലിക് വഴി നമ്മൾ കോൾ ചെയ്താലും ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എന്തായിട്ട് മാറും? പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് തന്നെ ആയിട്ട് മാറും. പബ്ലിക് മെമ്പേഴ്സ് തന്നെ മാറും. അപ്പോൾ പബ്ലിക് വഴിയാണ് വിളിക്കുന്നതെങ്കിൽ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡായും പബ്ലിക് മെമ്പേഴ്സ് പബ്ലിക്കായും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേസമയം പ്രൊട്ടക്റ്റഡാണെങ്കിൽ പ്രൈവറ്റ് മെമ്പർ ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രൊട്ടക്റ്റഡും പബ്ലിക്കും പ്രൊട്ടക്റ്റഡായി മാറുന്ന കാണാൻ പറ്റും. അതുപോലെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതേസമയം ന്യൂ ക്ലാസ്സിൽ നമ്മൾ പിന്നെ പ്രൊട്ടക്റ്റഡ് എലമെൻറ്റ് പ്രൈവറ്റ് ആയിട്ട് മാറും, പബ്ലിക് എലമെൻസും പ്രൈവറ്റ് ആയിട്ട്, പബ്ലിക് മെമ്പേഴ്സും എന്തായിട്ട് മാറും? പ്രൈവറ്റ് ആയിട്ട് മാറും. ഇതാണ് വിസിബിലിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസാണ് ഉള്ളത്. 1 സിംഗിൾ ഇൻഹെറിറ്റൻസ്, 2 മൾട്ടിപ്പിൾ, 3 മൾട്ടി ലെവൽ, 4 ഹൈറാർക്കിക്കൽ, 5 ഹൈബ്രിഡ്. ഓക്കെ, ഇതിൽ സിംഗിൾ ഇൻഹെറിറ്റൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എ, ക്ലാസ് ബി എന്ന് പറയുന്ന 2 ക്ലാസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒന്ന് ബേസ് ക്ലാസ്സാണ്, രണ്ടാമത് സബ് ക്ലാസ്സാണ്. അത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ക്ലാസ് കോഴ്സ്, പബ്ലിക് സ്റ്റുഡൻറ്റ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റുഡൻറ്റ് എന്ന ക്ലാസ്സിൽ നിന്ന് കോഴ്സ് എന്ന ക്ലാസ് രൂപം കൊള്ളുന്നതാണ്. ക്ലാസ് കോഴ്സ് എന്ന് പറയുന്നത് പബ്ലിക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, സ്റ്റുഡൻറ്റ് എന്ന ബേസ് ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ഈ മെത്തേഡിനാണ് നമ്മളെന്ന് പറയുക സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക, ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് രൂപം കൊള്ളുന്നതിന്.
മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ലെവൽസ് ആയിട്ടാണ് പോവുക. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. ക്ലാസ് ബി എന്ന് പറയുന്ന എയുടെ ചൈൽഡാണ്, അതേസമയം സിയുടെ പാരൻറ്റുമായിട്ടാണ് ഇവിടെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിലുള്ള ആളെ നമ്മൾ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയും. രണ്ടാമത്തെ ക്ലാസ്സിനെ നമ്മൾ സബ് ക്ലാസ്സിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. മൂന്നാമത്തെ ക്ലാസ്സിനെ നമ്മൾ ക്ലാസ് ബിയുടെ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു ലെവൽസ് ഓഫ് അറേഞ്ച്മെൻറ്റിൽ വരുന്നതിനാണ് നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്ന് വരുന്നതിനാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് സോഫ എന്ന ക്ലാസ്സിൽ നിന്ന് നമ്മൾ പബ്ലിക്കിൽ ഫർണിച്ചർ എന്ന ബേസ് ക്ലാസ് ഫർണിച്ചറാണ്. ബേസ് ക്ലാസ് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രൂപങ്ങൾ പബ്ലിക്കായിട്ട് വിളിക്കുമ്പോൾ നമുക്ക് സോഫ എന്ന ക്ലാസ് കിട്ടി. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഓഫീസാണ്. ക്ലാസ് ഓഫീസ് പ്രൈവറ്റായിട്ട് നമ്മൾ സോഫയിൽ നിന്നാണ്. അപ്പോൾ സോഫ എന്ന് പറയുന്ന സബ് ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ഓഫീസ് എന്ന് പറയുന്ന സബ് ക്ലാസ് പിന്നെയും ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ വരുന്നതിനാണ് ഇതിനെ മൾട്ടി ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ക്ലാസ് ഫർണിച്ചർ, അതിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ എന്ന ക്ലാസ്സിൽ നിന്ന് സോഫ ഉണ്ടാക്കി. സോഫ എന്ന ക്ലാസ്സിൽ നിന്ന് അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, ഓഫീസ് എന്ന ക്ലാസ് ഉണ്ടാക്കി. ഈ രീതിയിൽ വരുമ്പോൾ അതിന് മൾട്ടി ലെവൽ എന്ന് പറയുന്നത്. അടുത്തത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്ന് പറഞ്ഞാൽ രണ്ട് പാരൻ്റ് ഉണ്ടാവും, ഒരു ചൈൽഡ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ക്ലാസ് എ, ക്ലാസ് ബി എന്ന് പറയുന്ന രണ്ട് ബേസ് ക്ലാസ്സിൽ നിന്നാണ് ക്ലാസ് സി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്ലാസ് രൂപം കൊള്ളുന്നത്. അതിൻ്റെ എക്സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസ് ചെയർപേഴ്സൺ എന്നതാണ് നമ്മളിവിടുത്തെ എക്സാമ്പിൾ. ക്ലാസ് ഡയറക്ടർ എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്. ഇങ്ങനെ രണ്ട് ക്ലാസ്സിൽ നിന്ന് മൂന്നാമത്തെ ക്ലാസ് കമ്പനി എന്ന് പറയുന്ന ക്ലാസ് രൂപം കൊള്ളുന്നത്. ക്ലാസ് കമ്പനിയിൽ പ്രൈവറ്റായിട്ട് ചെയർപേഴ്സണെയും പബ്ലിക്കായിട്ട് ഡയറക്ടറെയും വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് കമ്പനി എന്ന് പറയുന്ന പുതിയ ക്ലാസ് രൂപം കൊള്ളും. ഇങ്ങനെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. Hierarchical inheritance is like inverted tree, so multiple classes inherit from a single base class. ഇവിടെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ക്ലാസ് എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് നമുക്ക് കാണാം ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ടി എന്ന് പറയുന്ന ഒരു ഹയറാർക്കി ഫോം ചെയ്തിട്ട് കാണാൻ പറ്റും. ഈ രീതിയിലുള്ള ക്ലാസ്സിനെ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് combination of one or more types of inheritance is called hybrid inheritance. In this type of inheritance we can have mixture of number of inheritance. ഇവിടെ നമുക്ക് ഒന്നിലധികം സിംഗിൾ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടി ലെവൽ ആൻഡ് മൾട്ടിപ്പിളിൻ്റെ കോമ്പിനേഷനായിട്ടും ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.